ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നിങ്ങൾ കാറ് ഓടിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം തുടങ്ങിയിട്ട് കുറേയധികം കാലങ്ങളായി. ലൈസൻസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു, 10-15 ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് കാർ ഓടിക്കാനായിട്ട് കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമുക്ക് ഡ്രൈവിങ്ങിൽ പേടിയാണോ നമ്മുടെ പ്രശ്നം, എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്ര പേടിയുള്ളവരായിക്കോട്ടെ, ലൈസൻസ് ഉണ്ടായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്തവരായിക്കോട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവരായിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും. ഇഷ്ടമായി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ വീഡിയോ കുറിച്ച് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളും കൂടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് പ്രചോദനമാകാനായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പഠിച്ചാലും നമുക്ക് ഒരു 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 30 ദിവസം കൊണ്ടോ നമുക്ക് കാർ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയത്തില്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേസിക് ഐഡിയ ആണ് തുടക്കത്തിൽ ഡ്രൈവിങ്ങിൽ ലഭിക്കുന്നത്. പിന്നീട് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പം ഡ്രൈവിംഗ് ആണെങ്കിൽ അത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ഓരോ രീതിയിൽ നമ്മൾ മെച്ചപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ മനസ്സിൽ നമ്മൾ വെക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ വണ്ടി നന്നായിട്ട് ഓടിക്കും അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് വരാതെ, നമുക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ അപ്ഡേഷൻ നമുക്ക് വരുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുക. ഇപ്പോൾ തന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യത്തെ 1 മാസം കൊണ്ട് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. നമ്മളെല്ലാം കാര്യങ്ങൾ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, സ്റ്റിയറിംഗ് കൺട്രോൾ, ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 1 മാസം കഴിയുന്നു, 2 മാസം കഴിയുമ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ എന്നാണെങ്കിലും പോയിട്ടൊന്ന് ഓടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ചെറിയ പേടികളുണ്ടാവും. നമ്മുടെ വണ്ടി റോഡിന് വെളിയിൽ പോയോ എന്നുള്ള പേടി, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി മറ്റൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നപ്പോൾ അതിനകത്ത് തട്ടിയേനെ എന്നുള്ളൊരു പേടിയൊക്കെ നമുക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും ആദ്യം ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ചില ട്രിക്കുകൾ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഇതിന് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി എടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ഞാനിവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ഫുഡ് പെഡലിൽ ഞാൻ ആദ്യം ബ്രേക്കിലാണ് കാലെടുത്ത് വെക്കുന്നത്, എന്നിട്ട് ഞാനിത് ക്ലച്ച് ചവിട്ടുന്നു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓർത്തോണം, ആദ്യം നമ്മൾ കാലെടുത്ത് ബ്രേക്ക് പെഡലേ വെക്കുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അപ്പം എന്നിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് ഓഫ് ആണ്, പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകുകയും ഒപ്പം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കുമ്പോൾ തുടക്കത്തിൽ ഒറ്റയടിക്ക് എടുത്തു പോകാതെ ഒന്ന് നിർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരും. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലുണ്ട്, ആദ്യം ഞാൻ സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് വണ്ടി എടുക്കുന്നത്, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു, സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകി ആദ്യം ഞാൻ ഇടത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു. ഇനി ഞാൻ എൻ്റെ ലെഫ്റ്റ് മിററിലും സെൻറ്റർ മിററിലൂടെയും പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പതിയെ ആദ്യം വണ്ടി ഒന്ന് മുന്നോട്ട് എടുക്കുകയാണ്. ഇത് ജസ്റ്റ് ക്ലച്ചേ നയിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു, എന്നിട്ട് വണ്ടിയെ വീണ്ടും നിർത്തുന്നു. ഇനി നമുക്ക് വണ്ടി ഇപ്പോൾ ഈ സൈഡിലേക്ക് ഒടിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകി ആദ്യം സ്റ്റിയറിംഗ് ചെറുതായിട്ടൊന്ന് നേരെയാക്കി കൊടുക്കുന്നു. നിങ്ങളിത് ഓർത്തിരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ക്ലച്ചേ നയിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ വീണ്ടും പതുക്കെ എടുക്കുന്ന സമയത്ത് വീണ്ടും പതിയൊന്ന് വണ്ടി നിർത്തുന്നു, നമ്മൾ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ചേ നയിക്കുന്നു, പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോയിന്റ്, ഒറ്റയടിക്ക് വണ്ടി എടുക്കാതിരിക്കുക. നിങ്ങളെല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്, വണ്ടി എടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് അങ്ങ് എടുക്കും. നമ്മളിത് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടിയായിട്ട് പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടിയായിട്ട് പോകുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്,
നമ്മൾ ഓരോ ഗിയർ ഇടുക എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻറ്റ് ലെവലിനനുസരിച്ച് നമുക്കൊരു ഇന്ന ഭാഗത്ത് വന്നാൽ നമ്മൾ അടുത്തൊരു ഗിയർ ഇട്ടാൽ നമുക്ക് പോകാം എന്നുള്ള ഒരു ആത്മവിശ്വാസം വരുന്നിടത്ത് അടുത്തൊരു ഗിയർ ഇടുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ സ്വയം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഒരു ബിഗിനർ ഓടിക്കുന്ന ഒരു തുടക്കക്കാരൻ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഓടിച്ച് കാണിച്ചു തരുന്നത്. ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇത് ഇങ്ങനെ വണ്ടി വരികയാണ്. ഇവിടെ ഞാൻ അടുത്തൊരു ഗിയർ ഒന്നും ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ അടുത്തൊരു ഗിയർ നിങ്ങൾക്ക് ഇടാനായിട്ടുള്ളൊരു കോൺഫിഡൻറ്റ് വരുന്നത് മിക്കപ്പോഴും ഒരു സ്ട്രെയിറ്റ് റോഡ് വരുന്ന സന്ദർഭങ്ങളിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഞാൻ സ്ട്രെയിറ്റ് റോഡിലേക്ക് വരികയാണ്, വളവ് തിരിഞ്ഞ് വരുന്നു. ഇപ്പോൾ ഇച്ചിരി നിരപ്പ് വന്നതിന് ശേഷം നമ്മൾ ആദ്യം നോക്കേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുക. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക. ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു, നമ്മളിതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയറിൽ പ്രോപ്പറായിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ വേണം നിങ്ങളൊരു ഗിയർ ഇടാനായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട്. ഉടൻ തന്നെ ഗിയർ ഇടണമെന്ന് നിർബന്ധമില്ല. കാരണം നിങ്ങളുടെ കോൺഫിഡൻറ്റ് ലെവൽ ഏതാണോ എന്ന് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് അടുത്തൊരു ഗിയർ ഇടാനായിട്ട് പറ്റുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഞാനിങ്ങനെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ സെക്കൻഡ് ഗിയറിലിട്ടു. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കാം. ഞാനിത് ലെഫ്റ്റ് ടേൺ എടുക്കാൻ പോവുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്നു. കൃത്യമായിട്ട് ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. കാരണം ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വണ്ടി വന്നു. കൃത്യമായിട്ട് ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഇവിടുന്ന് റൈറ്റ് ടേൺ എടുക്കണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇതേ പതുക്കെയാണ് നമ്മുടെ വാഹനം ഇവിടെ തിരിഞ്ഞു പോകുന്നത്. നിങ്ങൾ നോക്കിക്കേ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മുടെ വണ്ടി ഇത് ഇവിടെ തിരിഞ്ഞ് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു. വീണ്ടും ഇതേ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. കണ്ടോ? എന്നിട്ട് വീണ്ടും നമുക്ക് അടുത്തൊരു കോൺഫിഡൻ്റ് ആകുമ്പോൾ സെക്കൻഡ് ഇടുക. ഇപ്പോൾ ഇവിടെ എല്ലാം തിരക്കാണ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഇടാൻ പേടിയുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോവുക. എന്നിട്ട് ഇതേ നമുക്കൊരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം ഇതേ ക്ലച്ച് പിടിക്കുന്നു, പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക, ഇങ്ങനെ ഓടിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പേടി വരുന്നതിൻ്റെ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പേടി മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാം. നിങ്ങൾ പരമാവധി ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക. അപ്പോൾ അങ്ങനെ ഓടിച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് ഇതുപോലെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകും. അപ്പം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് നമ്മളെ ആൾക്കാർ ശല്യം ചെയ്യില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് പോകാനായിട്ടുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിന് പ്രാധാന്യം നൽകി ഓടിക്കുക. ഇപ്പോൾ റോഡ് സ്ട്രൈറ്റ് ആയി, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, പതുക്കെ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിച്ചിട്ട് സ്ട്രൈറ്റ് റോഡാകുന്ന സമയത്ത് തേർഡ് ഗിയറിലേക്കും കൂടെ സാവധാനത്തിൽ ഇട്ട് കൊടുക്കുക. ഡേ ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ പോകുന്നു. ഇനി അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഇറക്കമാണെങ്കിൽ ഇതുപോലെ ആക്സിലറേഷൻ പെഡലെ കാല് വെക്കരുത്. അതിന് പകരമായിട്ട് ബ്രേക്ക് പെഡലിലേക്ക് കാലെടുത്ത് ജസ്റ്റ് വെച്ചേക്കുക. എന്നിട്ട് ആവശ്യാനുസരണം വണ്ടിക്ക് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇറക്കം വന്നാലും ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കത്തില്ല. കാരണം ചിലപ്പോൾ വണ്ടി പതിയെ ചെറിയ ഇറക്കങ്ങളിലായിരിക്കും പോകുന്നത്. പക്ഷേങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ബ്രേക്ക് വെറുതെ കാലെടുത്ത് വെച്ചേക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇനി ഇപ്പോൾ ഇവിടെ എനിക്ക് തേർഡ് ഗിയറിലേ പോകാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു ബിഗിനറിനായ നിങ്ങൾക്ക് തേർഡിലേ പോകാൻ പറ്റത്തുള്ളെങ്കിൽ എന്ത് ചെയ്യണം, തേർഡ് ഗിയറിൽ തന്നെ പോവുക. അടുത്തൊരു ഗിയറിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ട, തേർഡ് ഗിയറിൽ തന്നെ പോവുക. ഇനി ഇവിടെ ഒരു മുന്നിൽ ഒരു കയറ്റം കാണുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ കയറ്റത്തിൻ്റെ അടുത്ത് എന്ന് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാതെ നേരത്തെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്ത് നേരത്തെ ഇട്ട് കൊടുക്കുക. അപ്പം കയറ്റത്തിന് മുന്നമേ നമ്മൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കയറ്റം ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് കയറി പോകാൻ കഴിയും. കയറ്റത്ത് വന്നിട്ടാണ് ഇടുന്നത്, ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടിക്ക് വലിമുട്ടിയാൽ എന്ത് ചെയ്യും, വണ്ടി കയറ്റത്ത് ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് ഓർത്തിരിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നമ്മൾ ഏത് ഗിയറിലാണോ വരുന്നത് ആ ഗിയറിനേക്കാളും കുറച്ചും കൂടെ പവർ ടോർക്ക് കൂടിയ ഗിയറിലേക്ക് ഇടുക. ഇപ്പം തേർഡിലാണെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇവിടെ ഈ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ കയറ്റത്തിലേക്ക് വരുന്നതിന് മുന്നമേ തന്നെ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിക്കുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കിത് ഈ കയറ്റം നേരത്തെ തന്നെ ഫസ്റ്റ് ഗിയറിൽ കയറാനായിട്ട് കഴിയും. എന്നിട്ട് ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഓടിക്കുന്നത്. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും ഇറക്കം വന്നു, എൻ്റെ കാലം എന്ത് ചെയ്യുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കിലേക്ക് ആദ്യം വരുവാണ്. കണ്ടോ, ഇറക്കവും വളവുമാണ്. ഇവിടെ നമുക്ക് ആക്സിലറേഷൻ വേണ്ട, ബ്രേക്കിലേക്ക് വരുന്നു. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൂടാൻ പാടില്ല, ഒരു പരിധി കൂടുതൽ സ്പീഡ് കുറയാനും പാടില്ല. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക. നമ്മളിപ്പോൾ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ബ്രേക്കിൽ വന്ന് ആ സ്പീഡ് ഒന്ന് കൺട്രോൾ
ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഞാൻ നിങ്ങൾ ഓടിച്ച സമയം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ആ ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്, ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് അടുത്ത ഗിയർ ഇടാം. ഇപ്പം നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ ഒരു ഇറക്കത്ത് പോവാണ്, എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് പോകുന്നു, ഞാനിത് ക്ലച്ച് പിടിക്കുന്നു, ഇറക്കം കൂടിയ റോഡാണ്, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നയിക്കുന്നു. എന്നിട്ട് എന്താണ് നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഏകദേശം ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോവുകയാണ് 4ാമത്തെ ഗിയറിൽ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി മുന്നമേ ഇവിടെ ഒരു വളവുണ്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ തേർഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വളവോ ഒക്കെ വരുന്ന സമയത്ത്, ഒരു കയറ്റം വരുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ ഫോർത്തിൽ നിന്ന് നമ്മൾ നേരത്തെ കൊടുക്കുന്നു. ഇനി വീണ്ടും ഇവിടെ റോഡ് സ്ട്രൈറ്റ് ആയി, ഈ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്ലച്ച് പിടിക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു, ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോവാണ്. വീണ്ടും ഇവിടെ വളവ് വന്നു, നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയറിലേക്ക് ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഗിയറിൽ പോകുമ്പോൾ നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ വാഹനത്തിന് ഒരു വൈബ്രേഷൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഗിയർ നേരത്തെ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫോർത്തിൽ പോകുമ്പോഴാണ് വൈബ്രേഷൻ വരുന്നതെങ്കിൽ നേരത്തെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10-10 പൊസിഷനിൽ കൈകൾ പിടിക്കുക. ഇപ്പം ഞാനത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് സ്റ്റഡിയായി നിങ്ങൾ നോക്കുക. അപ്പം ഞാൻ കൈ പിടിച്ചേക്ക് നോക്കി, ഏകദേശം മുകൾ ഭാഗത്താണ്, അത് ഇവിടെയാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചാലുള്ള ഒരു ഗുണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് റൈറ്റ് തിരിക്കണം. റൈറ്റ് തിരിക്കുമ്പോൾ എൻ്റെ ഇടത്തെ കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഞാൻ ഇങ്ങനെ തിരിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ നേരെയാക്കുന്നു. കണ്ടോ? അപ്പോൾ വളരെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യും. ഇങ്ങനെ വരുന്നു, കുറച്ച് ഇടത്തോട്ട് വരണം, ഇങ്ങനെ തിരിക്കുന്നു, കണ്ടോ? എന്നിട്ട് ഇങ്ങനെ വരുന്നു. ഇനി കുറച്ചും കൂടെ ഇടത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടി ചേർന്നു, ഇങ്ങനെ വരുന്നു, ഇടത്തെ കൈ കൊണ്ട് താഴോട്ട് ഇങ്ങനെ വലിക്കുന്നു, ഇവിടെ വരുന്നു, വീണ്ടും ഇങ്ങനെ നേരെയാക്കുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ 2 കൈ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകാം. കണ്ടോ? ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ നമ്മൾ ഇടത്തേർന്ന് പോകുന്നതുകൊണ്ട് പുറകിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. കണ്ടോ? വണ്ടികളെല്ലാം കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്തു പോകാം. ഇനി അടുത്തൊരു ഗിയർ ഇടാൻ നേരത്തെ എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒറ്റ കൈ, ഈ ഒരു കൈ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഈ ഒരു കൈ കൊണ്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്യുക, തേർഡിൽ നിന്ന് ഫോർത്ത് ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേടി മാറും. ഇനി ഒരു ബിഗിനറിന് തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഒരു വണ്ടി നിർത്തിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ വാഹനം നിർത്തിയെടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് നിരപ്പ് റോഡിൽ മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു കയറ്റത്തും എടുക്കണം. കയറ്റത്ത് നിർത്തിയെടുക്കാൻ പ്രാക്ടീസ് ചെയ്യുക, നിരപ്പത്ത് റോഡിലും നിർത്തിയെടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർ ക്ലച്ച് കൺട്രോളിങ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ, ഞാനീ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് റോഡിലും ഏറ്റവും നന്നായിട്ട് പേടി കൂടാതെ വണ്ടി ഓടിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ഞാൻ ഇടത്ത് ചേർന്ന് പോകുന്നതുകൊണ്ടുള്ള ഒരു ഗുണമാണ് നിങ്ങൾ കാണുന്നത്. പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കയറി പോകുന്നുണ്ട്, പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നില്ല. വളരെ സമാധാനത്തോടെ എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ പുറകിലൊരു ജീപ്പുണ്ട്. ഇപ്പോൾ അവരിപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറും. നമ്മളിപ്പോൾ ഇടത്തെ സൈഡ് ചേർന്ന് മാക്സിമം പതിയാണ് പോകുന്നത്. ഇപ്പോൾ അവർ കയറി പൊക്കോളും. ഒരു വളവ് നിവർന്ന സമയത്ത് അവരിത് കണ്ടാവും, കയറിപ്പോവും. അപ്പം നമുക്കത് പേടിക്കാതെ തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നത് ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെയാണ് ഓടിച്ച് കാണിച്ചു തരുന്നത്. അപ്പം എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.